എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പൊതുമേഖലാ പാചകവാതക കമ്പനികളായ ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയവയുടെ EKYC മസ്റ്ററിംഗ് ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. 2024 മുതൽ മസ്റ്ററിംഗ് ചെയ്തു തുടങ്ങിയതാണ്. പലർക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ട്. ഈ വീഡിയോ കണ്ട് ചെയ്തു നോക്കി നിങ്ങൾക്ക് ആ സംശയം മാറ്റാവുന്നതാണ്. ഇനിയും EKYC മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ ഈ 3 കമ്പനികളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് HP ഗ്യാസിൻ്റെ മസ്റ്ററിംഗ് ചെയ്തോ എന്നെങ്ങനെ പരിശോധിക്കാമെന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എടുക്കണം. പ്ലേ സ്റ്റോർ എടുത്ത ശേഷം HP പേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ലഭിക്കും. ഇതിനോടൊപ്പം ആധാർ ഫേസ് RD എന്ന ആപ്പും കൂടി മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കണം. ചില കമ്പനികളുടെ ഇത് പരിശോധിക്കുന്നതിന് ഈ ഒരു ആപ്പിൻ്റെ സഹായം കൂടി വേണ്ടിവരും. വീണ്ടും നമ്മൾ മൊബൈലിൽ HP പേ ആപ്പ് എടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തത് ഓപ്പൺ ചെയ്യണം. തുടർന്ന് നമുക്ക് അവിടെ രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും 2 വിൻഡോകൾ കാണാം. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അവിടെ പ്രസ് ചെയ്തൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന വിൻഡോയിൽ യെസ് എനേബിൾ ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. തുടർന്ന് നമുക്ക് HP ഗ്യാസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇപ്പോൾ മെസ്സേജ് SMS ഒക്കെ വരുന്ന ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നത്. ആ OTP കൊടുത്ത് തുടർന്ന് പ്രവേശിച്ച് അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതേപോലെ ലാസ്റ്റ് നെയിം എന്നിടത്ത് ഒന്നുകിൽ ഡോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇനിഷ്യൽ കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഒരു MPIN സെറ്റ് ചെയ്യേണ്ടതുണ്ട്. മൊബൈലിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് കൊടുത്താൽ മതിയാകും. അങ്ങനെ MPIN സെറ്റ് ചെയ്ത് കൊടുക്കണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം. ശരിക്കും മനസ്സിലായില്ലെങ്കിൽ HP ഗ്യാസിൻ്റെ EKYC ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അവിടെ തന്നെ MPIN കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം ലോഗിനിൽ പ്രസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത HPയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് അതിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിലവിലുള്ള മൊബൈൽ നമ്പർ കൊടുത്തും ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്താൽ പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം UPI ID ലിങ്ക് ചെയ്യണോ എന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. മേ ബി ലേറ്റർ എന്നുള്ളത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലത് സൈഡിൽ താഴെയായി HP ഗ്യാസ് EKYC എന്ന് എഴുതിയിരിക്കുന്ന കാണാം. അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, ചെറുതായിട്ടൊരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല. എന്നാൽ ചില കമ്പനികൾക്ക് EKYC കംപ്ലീറ്റഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ അതൊന്നും വന്നിട്ടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് അവിടെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയേ നിർവാഹമുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ നമുക്കിവിടെ LPG IDയോ കൺസ്യൂമർ നമ്പറോ കൊടുക്കാൻ പറയും. ഞാനിവിടെ കൺസ്യൂമർ നമ്പറാണ് കുറച്ച് എളുപ്പം. അതിനുശേഷം സ്റ്റേറ്റും നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഏതാണെന്ന് വെച്ചാൽ അവിടെ വരും ലിസ്റ്റ്, അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതുപോലെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഉപഭോക്താവിൻ്റെ ആധാറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കേണ്ടി വരും. പിൻ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് ഗ്യാസ് തരുന്ന ആ കമ്പനിയാണ്. ഗ്യാസ് ബുക്കിൽ അതുണ്ടാകും. ചിലർക്ക് ഇതൊന്നും ചോദിച്ചിട്ടുണ്ടാകില്ല. നേരെ നമുക്ക് പ്രൊസീഡ് കൊടുത്ത് EKYCയിലേക്ക് കടക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് സാധാരണ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെയാണ്. മുകളിൽ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ ക്യാപ്ചറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമുക്കിവിടെ ആധാർ ഫേസ് RDയും ആധാർ ആപ്പും ഉണ്ട്. രണ്ടും ഞാൻ ഈ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കണമെന്നില്ല. പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ പ്രൊസീഡ് കൊടുത്ത് കണ്ടീഷൻസാണ്, പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റൗണ്ടിനുള്ളിൽ ഫേസ് വരത്തക്കവണ്ണം ഗ്യാസ് ഉപഭോക്താവിൻ്റെ ഫേസ് വരത്തക്കവണ്ണം നിന്ന് കണ്ണ് ചിമ്മി കൊടുക്കണം. റൗണ്ട് ഉപയോഗിച്ച് ബാക്ക് ക്യാമറയൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം അത് കറക്റ്റായിട്ട് ഗ്രീനിഷായിട്ട് വന്ന് നമുക്കിവിടെ ഇതിൻ്റെ റിസൾട്ട് കാണുവാനും സാധിക്കും. ഇത് നേരത്തെ EKYC ചെയ്ത അക്കൗണ്ടായിരുന്നു. ഇവിടെ റിസൾട്ട് കാണിച്ചിരിക്കുന്ന കാണാം. EKYC ഈസ് ഓൾറെഡി ഡൺ ഫോർ ദിസ് കൺസ്യൂമർ എന്ന് കാണിച്ചിട്ടുണ്ട്. മുകളിൽ EKYC നോട്ട് വെരിഫൈഡ് എന്നാണെങ്കിലും താഴെ നിലവിൽ നമ്മൾ EKYC ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. വിശദമായ വീഡിയോ ചാനലിലുണ്ട്. അടുത്തത് ഇന്ത്യൻ ഓയിൽ 1 എന്ന ഇന്ത്യൻ്റെ EKYC ചെയ്തോ എന്നെങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പ് എടുക്കണം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ്. തുടർന്ന് പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ഹായ് ഗസ്റ്റ് എന്ന് കാണാം. അതിനിടത് സൈഡിലായിട്ട് ഒരു അവതാർ കാണാം, ഒരാളിൻ്റെ ഒരു പടം കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അവിടെ ലോഗിൻ ചെയ്യാം, ഇല്ലാത്തവർക്ക് രജിസ്റ്റർ എന്നുള്ള താഴെ കാണാം, അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഇന്ത്യൻ ഗ്യാസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള SMS ഒക്കെ വരുന്ന ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ മെയിൽ ID കൊടുക്കണമെന്നില്ല. അതിനുശേഷം ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി താഴെ കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്.
തുടർന്ന് ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കുറച്ച് ഭാഗം അവിടെ വരുന്നതാണ്. രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ആദ്യം കൊടുത്ത മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. മിനിമം 8 ലെറ്റേഴ്സ് ഉണ്ടാകണം. ചെറിയ ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും ചിഹ്നങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണം ഇന്ത്യൻ ഓയിൽ 1 എന്ന് കൊടുത്തിട്ട് @123 എന്ന് കൊടുക്കാം. അതിൽ ഇന്ത്യൻ ഓയിലിൻ്റെ I ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കൊടുത്ത ആ മൊബൈൽ നമ്പർ യൂസർ ID ആയിട്ട് കൊടുത്ത് തൊട്ട് താഴെ പാസ്വേഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഹോം പേജിലെത്തുന്നതും ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് കാണുന്ന ടാബ് ഇടത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്യണം, നീക്കി കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ eKYC ബയോമെട്രിക് eKYC ഫോർ LPG കൺസ്യൂമർ എന്ന് കാണാം. പക്ഷേ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നില്ല. ഇനി ഇത് ചെയ്തോ ഇല്ലയോ എന്നറിയാനായിട്ട് ആ eKYC എന്നുള്ള ആ ടാബിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയേ മാർഗ്ഗമുള്ളൂ. അതിനുശേഷം അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം ഫേസ് സ്കാൻ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫേസ് ഗുണഭോക്താവിൻ്റെ ഫേസ് ആ റൗണ്ടിനുള്ളിൽ വരത്തക്കവണ്ണം ഗ്രീനിഷ് ആക്കിയതിന് ശേഷം പോപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുകയും വേണം. ഗ്രീനിഷ് ആക്കിയതിന് ശേഷം കണ്ണ് ചിമ്മി കൊടുക്കണം. അങ്ങനെ നമുക്ക് eKYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് കൺസ്യൂമറുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതാണ്. അവിടെ താഴെ നമുക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് eKYC കംപ്ലീറ്റഡ് എന്ന് എഴുതി കാണിക്കും. ഇത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്താലും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാനേ സാധിക്കൂ. നിലവിൽ ചെയ്തോ ഇല്ലയോ എന്ന് ഇവിടെ നമുക്ക് അറിയാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ചെയ്തു നോക്കി. 2 പ്രാവശ്യവും ഇങ്ങനെ eKYC കംപ്ലീറ്റഡ് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ നിന്നും eKYC കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പുതിയതായിട്ട് ഒരാൾക്ക് eKYC ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ eKYC ചെയ്തോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്നത് ഹലോ BPSCL എന്ന ആപ്ലിക്കേഷനാണ്. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ലാംഗ്വേജ് ഇംഗ്ലീഷുമുണ്ട്, മലയാളമുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഭാരത് ഗ്യാസ് ഫോർ ഹോം എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ താഴെ സൈൻ ഇൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഭാരത് ഗ്യാസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെസ്സേജൊക്കെ വരുന്ന ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി ഗെറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ആ മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നത്. എങ്കിൽ മാത്രമേ ഇത് വിജയകരമായി രജിസ്റ്റർ ചെയ്യാനായാലും eKYC ചെയ്യുവാനായാലും സാധിക്കുകയുള്ളൂ. എല്ലാ ഗ്യാസ് കമ്പനികളുടെ eKYCക്കും ഇത് ബാധകവുമാണ്. അതിനുശേഷം നമ്മൾ MPIN സെറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈലിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് നമ്മൾ ഹോം പേജിൽ എത്തിച്ചേരും. ഇങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇത് eKYC കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നുകൂടി വന്നാൽ മതി. അല്ലെങ്കിൽ MPIN കൊടുത്ത് ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് കാണാം. eKYC ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ഓൺ 24 ഫെബ്രുവരി 2024. അതായത് 2024 ഫെബ്രുവരി 24-ാം തീയതി eKYC കംപ്ലീറ്റ് ചെയ്തതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭാരത് ഗ്യാസിന് മാത്രമേ കൃത്യമായിട്ട് eKYC മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.